നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളോട് സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടാണ്, സാറേ ബുക്ക് ലിസ്റ്റ് എന്താ വേണ്ടത്, എന്തെല്ലാം ബുക്കുകളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ RRB പരീക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബുക്കുകൾ ഉണ്ടോ എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ. അത് RRB NTPC, RRB ഗ്രൂപ്പ് ഡി, RRB JE, അങ്ങനെ RPF കുട്ടികൾ ഒരുപാട് പേര് ഈ സെയിം ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പൊതുവേ RRB പരീക്ഷകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസിൽ ആരൊക്കെയാണുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, മാത്സ്, റീസണിങ്, ഈ 4 പേരാണ് സിലബസിലുള്ളത്. ഈ 4 പേരെ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാം, കാണാം. ഒന്ന്, ആ സിലബസിന്റെ ടോപ്പിക് കവർ ചെയ്യാനുള്ള ഒരു ബുക്ക്, പിന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കമ്പൈലേഷൻ. പല ഗൈഡുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ കമ്പൈലേഷൻസ് ഇറക്കിയിട്ടുണ്ട്. ആ കമ്പൈലേഷൻ, ഇങ്ങനെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ തന്നെ മെജോറിറ്റി കുട്ടികളുടെ ഡൗട്ടാണ്, മലയാളത്തിൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. ഇംഗ്ലീഷിലുള്ള ഗൈഡുകളായിരിക്കും നമ്മുടെ മേജർ കോൺസെൻട്രേഷൻ. എന്നാലും മലയാളത്തിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ, മലയാളം മീഡിയം പഠിച്ചു വന്നവരും മലയാളത്തിൽ വളരെയധികം താല്പര്യമുള്ള, മീൻസ് പഠിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അതാണ് ഈസി എന്നുള്ള കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടെ പറഞ്ഞിട്ടായിരിക്കും ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എല്ലാത്തിലെയും കിടക്കാം. അതിനു മുന്നേ നമുക്ക് RRB പരീക്ഷകൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താ, സിലബസ് കവർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ സിലബസ് കവർ ചെയ്യുന്ന എന്തിന്റെ ബേസിലാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ട്രൂ സിലബസ് നമ്മൾ വിളിക്കുന്നത് എന്താ? ശരിക്കും സിലബസ് നമുക്ക് ഡിഫൈൻ ചെയ്തത് എന്നാരാ? അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, മുൻവർഷ ചോദ്യങ്ങളല്ലേ? ഈ മുൻവർഷ ചോദ്യങ്ങളും മുൻനിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക് എത്ര ആഴത്തിൽ പഠിക്കണം എല്ലാം തീരുമാനിക്കുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ പോയി കണ്ടാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് കുറച്ച് ബുക്കുകളുണ്ട്. ഓക്കെ, അതുപോലെ ടോപ്പിക് കവർ ചെയ്യാനും കുറച്ച് ബുക്കുകളുണ്ട്. അത് എങ്ങനെയാ വരുന്നത്? ഏകദേശം ഈ ഒരു ടേബിൾ ഞാൻ സമ്മപ്പ് ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. ഒപ്പോഴേ തന്നെ ക്ലൈമാക്സ് ഞാൻ പൊളിക്കുന്നില്ല. സോ ഈ സിലബസ് കവർ ചെയ്യുന്ന ബുക്കും പ്രീവിയസ് ഇയർ ബുക്കും ടാൻഡമായിട്ട് വെച്ച് അപ്പുറം ഇപ്പുറയും വെച്ചിട്ട് വേണം പഠിക്കാൻ. കാര്യം ഒരു ടോപ്പിക് ഞാൻ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അപ്പൊ തന്നെ പോയി റെഫർ ചെയ്യണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആ ഒരു സൈക്കിൾ നമുക്ക് വേണ്ടത്. നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ, ഇവിടെ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഓരോ വിഷയത്തിന്റെയും മാത്സ്, റീസണിങ്, സയൻസ്, അവയർനെസ്, ഈ 4 വിഷയങ്ങൾക്ക് പ്ലസ് കറണ്ട് അഫയർ, ഈ 4 വിഷയങ്ങളെ ഏതെല്ലാം ബുക്കുകൾ വഴി കാണാം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഏതെല്ലാം ബുക്ക് ലിസ്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതല്ല, ഒരു ക്ലാസ് എടുത്ത് പഠിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കോ ഏതൊക്കെ ബുക്ക് വേണ്ട വരും, നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സിലബസ് ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കും, അതുപോലെ തന്നെ സിലബസ് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ബുക്കും, അതുപോലെ പ്രീവിയസ് ഇയറിന് 2 തരം ബുക്കുകളാണ് ഉള്ളത്. ഇവിടെ ഞാൻ ഒരുപാട് ബുക്കുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇതൊന്നുകൂടെ കാണിച്ചിട്ട് സമ്മറൈസ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട്, അതിപ്പോ നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിച്ചാലും കോഴ്സ് എടുക്കാതെ പഠിച്ചാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കുറച്ച് ബുക്കുകൾ വേണം. ഓക്കെ, ഏതായിരിക്കണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബുക്കുകൾ? YCT, യം കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസ് ഇറക്കുന്ന RRBയുടെ എല്ലാ പരീക്ഷകളെയും സമ്മപ്പ് ചെയ്തിട്ടുള്ള, അത് റീസണിങ്ങിന്റെ ഉണ്ട്, മാത്തമാറ്റിക്സിന്റെ ഉണ്ട്, ജനറൽ സയൻസിന്റെ ഉണ്ട്, ജനറൽ നോളജിന്റെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 4 ഡിവിഷൻസിനും ഓരോന്നിനും ഓരോ ബുക്കുകൾ ഉണ്ട്. ഈ ബുക്കുകൾ എന്തിനുള്ളതാ? സബ്ജക്ട് പഠിക്കാനുള്ളതാണോ? അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് ഇതാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും കുട്ടികളോട് കൂടുതൽ ട്രൈ ചെയ്യാനും പറയുന്നത് ഈ ബുക്കുകൾ കണ്ടിട്ടാണ്. ഈ ബുക്കുകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സബ്ജക്ട് വൈസ്, ടോപ്പിക് വൈസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ജിയോഗ്രഫിയിൽ സോളാർ സിസ്റ്റം പഠിക്കണമെങ്കിൽ ഞാൻ ഈ ബുക്ക് ഒരെണ്ണം എടുക്കുന്നു. ഏത്? ജനറൽ അവയർനെസ്, ജനറൽ നോളജിന്റെ ബുക്ക് എടുക്കുന്നു. ഈ ജനറൽ നോളജിന്റെ ബുക്ക് എടുക്കുന്നു. അതില് ജിയോഗ്രഫിയില് സോളാർ സിസ്റ്റത്തിൽ തന്നെ പ്ലാനറ്റ്സ് വേറെ കൊടുത്തിട്ടുണ്ടാവും, സണ്ണിന്റെ വേറെ കൊടുത്തിട്ടുണ്ടാവും, ബാക്കി സണ്ണും പ്ലാനറ്റ്സും അല്ലാത്ത ബാക്കി ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആ ഡിവിഷന്റെ ഉള്ളിൽ തന്നെ ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഉണ്ടാവുക, എല്ലാ ക്വസ്റ്റ്യൻസിനെയും സബ്ജക്ട് വൈസ് കമ്പയർ ചെയ്തിട്ടുണ്ട്, സബ്ജക്ട് വൈസ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ റീസണിങ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ബ്ലഡ് റിലേഷൻ പഠിക്കണം. സോ ബ്ലഡ് റിലേഷനിൽ പല ടൈപ്പുകൾ ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ടൈപ്പ് തിരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ റീസണിങ്ങിന്റെ ബുക്കിൽ കാണാം. നിങ്ങൾ ടൈം ആൻഡ് വർക്ക് പഠിക്കാൻ പോവാണ്. എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ടൈപ്പ്, അല്ലെങ്കിൽ എയും ബിയും സിയും വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് സി ഇറങ്ങിപ്പോയി, അപ്പൊ ആ വർക്ക് എത്ര നേരം കൊണ്ടാണ് കഴിഞ്ഞത്? ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസും ടൈമും തന്നാൽ അതുപോലെ നമുക്ക് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്പീഡും ഡിസ്റ്റൻസ് തന്നാൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ നമുക്ക് ഇനി കോമ്പൗണ്ട് ഇൻഡസ്ട്രി, സിമ്പിൾ ഇൻഡസ്ട്രി, ഇതിലെല്ലാത്തിന്റെ ടൈപ്പുകൾ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ പല ടൈപ്പുകളും വച്ചിട്ട് എവിടെ പഠിക്കുന്നുണ്ടാവും? ഈ റീസണിങ്ങിന്റെയും മാത്സിന്റെയും ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്
ഓരോ ടോപ്പിക് വൈസും ഉണ്ടാവും, ആ ടോപ്പിക്കിലെ ടൈപ്പ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സോ പഠിക്കാൻ നേരത്ത് ഈ ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സ് ഉപകാരത്തിലേക്ക് കൊണ്ടുവരാം. സോ മാൻഡേറ്ററി ആയിട്ട് അത് കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളായിക്കോട്ടെ, സെൽഫ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, എങ്ങനെ പഠിക്കുന്നവരും മാൻഡേറ്ററി ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോട് കടന്നു പോകണം. അങ്ങനെ കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഇത്, ഈ പറയുന്ന YCTയുടെ ബുക്ക്. അത്യാവശ്യം നല്ല ബുക്കാണ്. RRBക്ക് ഉള്ളതിൽ നല്ല പ്രീവിയസ് ഇയർ ബുക്ക് കമ്പൈലേഷൻ ആണ് YCTയുടെ കമ്പൈലേഷൻ. അതല്ലാതെ പിന്നെ നമുക്കുള്ളത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ളത് പിനക്കളുടെ കമ്പൈലേഷൻസ് ഉണ്ട്. പിനക്കളുടെ കമ്പൈലേഷൻസിൽ YCTനെ വെച്ച് നോക്കുമ്പോൾ ചോദ്യങ്ങൾ കുറച്ച് കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. തന്നെയുമല്ല ഈ പറയുന്ന സെഗ്രിഗേഷൻ ഭീകരമായിട്ടില്ല, കറക്റ്റ് ഡിവിഷൻ ഒന്നും അല്ല. ജോഗ്രഫി തന്നെ ഇത്രയും ഡിവിഷൻസ് കാണാൻ പറ്റില്ല. നിങ്ങൾ YCTയും പിനക്കളും കമ്പയർ ചെയ്യുമ്പോൾ YCT ആണ് നല്ലത്. എന്നാൽ പിനക്കൾ ഓൾറെഡി ഉള്ള ആൾക്കാർ പിനക്കൾ നോക്കിയാലും മതി. പിനക്കളിനും എന്തുണ്ട്, പിനക്കൾ പബ്ലിക്കേഷൻസിനും എന്തുണ്ട്, ജനറൽ സ്റ്റഡീസ്. ഈ ജനറൽ സ്റ്റഡീസിൽ ജനറൽ അവയർനെസ്സും ഉണ്ടാവും, ജനറൽ സയൻസും ഉണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തതാണ്. അപ്പൊ 3 ബുക്ക് മതിയല്ലോ. പിന്നെ മാത്സും റീസണിങ്ങും. ഓക്കെ, എല്ലാം റെയിൽവേ പരീക്ഷകളുടെയാണ്, ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളതാണ്. പിന്നെ ഹിന്ദി മീഡിയം ഉള്ളൂ, മലയാളം മീഡിയം ഇല്ല. നിങ്ങൾ മലയാളം മീഡിയം ചോദിക്കണ്ട, ഇവർ 2 പേർക്കും മലയാളം ഇല്ല, ഇംഗ്ലീഷും ഹിന്ദിയാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ അവസ്ഥ. ഇനി അതല്ല, നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും കോഴ്സ് അല്ലാതെ ഒറ്റയ്ക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് ഉള്ളത് അരിഹന്തിന്റെ ബുക്കും അതുപോലെ RS അഗർവാളിന്റെ ബുക്കുമാണ്. അതിൽ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ്, അത് ബാങ്കിങ് ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, SSCയുടെ പരീക്ഷകളിൽ ഏതും ആയിക്കോട്ടെ, അതുപോലെ RRB പരീക്ഷകളായിക്കോട്ടെ, എന്തിനാ UPSC CSAT പോലും ഫോളോ ചെയ്യുന്ന ഒരു ബുക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈ RS അഗർവാൾ. ഈ RS അഗർവാളിന്റെ ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മാത്സ് പഠിക്കാം. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ട്രിക്സുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ടൈപ്പ് തിരിച്ചിട്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ഇതിനകത്ത് ആൻസർ ചെയ്യാം. ഇതുപോലെ തന്നെ RS അഗർവാളിന്റെ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് എന്ന് പറയുന്ന റീസണിങ്ങിന്റെ ബുക്കും ഉണ്ട്. ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CGL മുതൽ പിടിച്ചിട്ട് എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇതിലാണ് ട്രൈ ചെയ്യുന്നത്. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യുന്നത്. സോ നിങ്ങൾ കോഴ്സ് എടുക്കാതെ മാത്സും റീസണിങ്ങും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. കാര്യം ട്രിക്സും ടിപ്സും, ടൈം സേവ് ചെയ്യാനുള്ള ടിപ്സുമാണ് മാത്സിനെ സ്പീഡാക്കുന്നത്, അല്ലെങ്കിൽ മാത്സ് നമുക്ക് വാങ്ങിച്ചു തരുന്നത്. കാരണം നമുക്ക് സമയം കുറവാണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം കുറവാണ്. സോ ടിപ്സും ട്രിക്സുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. ഈ RS അഗർവാളിലും അഗർവാളിന്റെ റീസണിങ്ങിലും മാത്തമാറ്റിക്സിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും സ്പീഡാക്കാനുള്ള ടിപ്സും ട്രിക്സും ഒന്നും കൊടുത്തിട്ടില്ല. അതിന് വേറെ ഗൈഡുകൾ നോക്കി പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, സോ ബേസിക്കലി മാത്സും റീസണിങ്ങും നല്ല വീഡിയോസ് കാണുന്നതാണ്, നല്ല ക്ലാസ്സുകൾ കാണുന്നതാണ് നല്ലത്. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് YCT നോക്കാം, ബുക്കുകൾക്ക് വേണ്ടി RS അഗർവാളിന്റെ 2 ബുക്ക് നോക്കാം. സോ നമ്മൾ മാത്സും റീസണിങ്ങും കവർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിന് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ബുക്കേ ഉള്ളൂ, NCERT, CBSEയുടെ ബുക്കുകൾ. CBSE 6 മുതൽ 12 വരെ പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, മിനിമം 6 മുതൽ 10 വരെ എങ്കിലും പഠിക്കുക. അതിന് വേണ്ടിയിട്ട് ജനറൽ അവയർനെസ്, ജനറൽ സബ്ജക്ട്, NCERT റെയിൽവേസിന് ഒരു കമ്പൈലേഷൻ, ഏതൊക്കെ NCERTസാ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ. NCERT അതല്ലാതെ NCERT ഏതൊക്കെയാ നമുക്ക് വേണ്ടെന്നുള്ളത്, അത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഈ 4 വിഷയത്തിനെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ പിൻ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. അതിന് ഹിസ്റ്ററിക്ക് ഏതൊക്കെ ബുക്കാ വേണ്ടത്, അത് 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, ഇത് 11ാം ക്ലാസ്, 12ാം ക്ലാസ്. ഓക്കെ, 12ാം ക്ലാസ്സിലെ തീംസ്, അവർ പാസ്റ്റ്, ഇതാണ് നമ്മൾ വായിക്കുന്നത്. ഏതൊക്കെ നമ്മൾ ഹിസ്റ്ററിക്ക് വായിക്കുന്നത്, പൊതുവെ അവർ പാസ്റ്റ് 1, 2, 3. അതുപോലെ തീംസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, തീംസ് 1, 2, 3. ഈ 3 കവർ ചെയ്താൽ അത്യാവശ്യം ഹിസ്റ്ററി കവർ ചെയ്യും. ഇതുകൊണ്ടും കഴിയാത്തവർക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററിയുടെ ഓൾഡ് NCERT വായിച്ചു നോക്കാം. പക്ഷെ ഈ ഒരു NCERT വായിച്ചു നോക്കിയാൽ ഹിസ്റ്ററിയുടെ മിക്കവാറും ചോദ്യങ്ങൾ വരും. ഇതുപോലെ തന്നെ ജോഗ്രഫിയിൽ ഏതൊക്കെയാ പഠിക്കേണ്ടത്, 6ാം ക്ലാസ് NCERTയിലെ 12ാമത്തെ ചാപ്റ്റർ, 8ാം ക്ലാസ് NCERTയിലെ ഡെവലപ്മെന്റിന്റെ കുറച്ച് ചാപ്റ്റേഴ്സ്, അങ്ങനെ ചാപ്റ്റർ തിരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് വായിക്കുക. എല്ലാം കൂടെ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് വായിക്കുക. എന്തുകൊണ്ടാണ് കുറച്ച് ചാപ്റ്ററുകൾ മാത്രമുള്ള, ബേസിക്കലി ഇത് സോഷ്യൽ സയൻസിന്റെ ബുക്കാ, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ബുക്കാ. ഇതില് ജോഗ്രഫി ഉള്ള ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ ബിയോണ്ട് എർത്തിലെ സോളാർ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സയൻസിന്റെ പുസ്തകത്തില് 6ാം ക്ലാസ്സിന്റെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ബുക്കിൽ സോളാർ സിസ്റ്റത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
പൊളിറ്റിയിലെ ആർട്ടിക്കിളുകളെ പറ്റിയിട്ടും ഫാക്ടുകളെ പറ്റിയിട്ടും ഈ പറയുന്ന പോലെ NCERT ഇല്ല. പക്ഷെ പൊളിറ്റി വന്ന സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന 4 ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിയുടെ അവസ്ഥ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി എക്കണോമിക്സിന് വേണ്ടിയിട്ട് എക്കണോമിക്സിന്റെ ബുക്ക് ഉണ്ട്. അതിൽ തന്നെ +2ന്റെ ഈ ഒരു ബുക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും സിലബസ് മൊത്തം കവർ ആവും. മാക്രോ എക്കണോമിക്സിന്റെ ബുക്ക്, ഈ ഒരൊറ്റ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് സിലബസ് കവർ ആവും. ഓക്കെ, ഇത്രയും കാര്യമാണ് NCERT ഉള്ളത്. ഇനി അതല്ലാതെ സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നമുക്ക്. സ്റ്റാറ്റിക് GK, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ഏത്, ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ഏത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആര്, അങ്ങനെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഴ ഏതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്, ഇന്ത്യയിൽ വോൾക്കാനോ ഉണ്ടെങ്കിൽ എവിടെയാണ്, അങ്ങനെയുള്ള കുറെ സ്റ്റാറ്റിക് ഏരിയാസ് ഉണ്ട്. ഫാക്ടുകൾക്ക് വേണ്ടി നമുക്ക് ലൂസന്റിന്റെ GK വായിക്കാം. ഓക്കെ, അതിലെല്ലാം കവർ ചെയ്യൂല. NCERT വായിക്കുക, അതിന്റെ കൂടെ GK ലൂസന്റും കൂടെ വായിച്ചാൽ കുറെ പ്രിപ്പറേഷൻ എല്ലാം കവർ ആവും. ഇതൊന്നും ഒരു നല്ല ക്ലാസ്സിൽ പകരാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളവർക്ക് ഇത് നോക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ നോളജ് നമുക്ക് ചെയ്യേണ്ടത് എന്താ, ആദ്യം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് YCT എടുത്തു, പിന്നെ NCERT വായിച്ചു, പിന്നെ ലൂസന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാറ്റിക് ഏരിയാസ് കവർ ചെയ്തു. ഇതാണ് നമ്മൾ GKക്ക് ചെയ്യേണ്ടത്. ഇത്രയും കഷ്ടപ്പെടണം GKക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ മാത്സിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന RS അഗർവാളിന്റെ 2 ബുക്ക് വായിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ജനറൽ അവയർനെസ്സിന് വേണ്ടി NCERT നിർബന്ധമായിട്ടും വായിക്കുക. NCERT നേരിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ലൂസന്റിന്റെ ക്ലാസ്സുകൾ കാണും. സോ ലൂസന്റിന്റെ ഈ ബുക്കും കൊണ്ട് എടുത്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്, എല്ലാം ഒന്നും പഠിക്കാൻ പറ്റില്ല. എന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്ട്രാറ്റജിയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫെസ്റ്റിവൽസ്, ഇന്ത്യൻ ഫെസ്റ്റിവൽസ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഡാൻസുകളിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്ത്യൻ ലൊക്കേഷൻസ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് കൂട്ടിവെച്ച് പഠിക്കാം. ഇത്രയാണ് GKയിൽ വരുന്നത്. ഇനി ജനറൽ സയൻസിനോ സെയിം കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ജനറൽ സയൻസിന് എന്ത് ചെയ്യും, GK തന്നെ. ഇപ്പൊ NTPCയിലാണ് ഈ GKയുടെ ഉള്ളിൽ തന്നെയാണ് ജനറൽ സയൻസ് വരുന്നത്. ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിലോ ജനറൽ സയൻസ് വേറെയുണ്ട്. ഇവിടെ ജനറൽ സയൻസിന് എന്താ ചെയ്യേണ്ടത്, ജനറൽ സയൻസിന് ഒരൊറ്റ കാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ, NCERT. അതിനകത്ത് ഒന്നും നോക്കാനില്ല. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERTകൾ അരച്ച് കലക്കി കുടിക്കുക. വേറെ ഒരു സോഴ്സ് നോക്കേണ്ട കാര്യമില്ല. കാര്യം RRB സിലബസിന്റെ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത്, നിങ്ങൾ പഠിക്കേണ്ടത് 6 മുതൽ 10 വരെയുള്ള NCERT ആണ് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. മാത്തമാറ്റിക്സിന്റെ അകത്തോ റീസണിങ്ങിന്റെ അകത്തോ ജനറൽ അവയർനെസ്സിനകത്താണോ എവിടെന്നാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് സയൻസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസും സിലബസ് കാണിക്കുന്ന പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERTകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ജനറൽ നോളജിനും ജനറൽ സയൻസിനും NCERT പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ YCT കമ്പൈലേഷൻ നോക്കുക, കമ്പയർ ചെയ്യുക, പഠിക്കുക. ജനറൽ അവയർനെസ്സിന് കുറെ ഫാക്ടുകൾ NCERTയിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൂസന്റ് വേണമെങ്കിൽ നോക്കാം, അതല്ലെങ്കിൽ അരിഹന്തിന്റെ കുറച്ച് ഫാക്ച്വൽ ബുക്സ് ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നല്ല സിലബസിനെ ഡീറ്റെയിൽ ആക്കുന്ന ആള്. അതുപോലെ പഠിക്കാൻ ഡാറ്റ കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് NCERT ആണ്. ഇനി മലയാളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ, നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, NCERTയുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ 6 മുതൽ 10 വരെയുള്ള NCERTകൾക്ക് മലയാളം ഇല്ല, മലയാളം വെർഷൻ ഇല്ല. ആ സമയത്ത് 11, 12 +1, +2 NCERTകൾക്ക് മലയാളം വെർഷൻ ഉണ്ട്. ഓക്കെ, 6 മുതൽ 10 വരെയുള്ള NCERTകൾക്ക് മലയാളം വെർഷൻ ഇല്ല. നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, മലയാളം വെർഷൻ കിട്ടാൻ പാടാണ്. ആ സമയത്ത് 11, 12 NCERTകൾക്ക് മലയാളം ഉണ്ട്. നിങ്ങൾക്ക് ബയോളജി +1, +2 വേണം, നല്ല ബുക്കാണ്. ബയോളജിയുടെ മിക്കവാറും കാര്യങ്ങൾ അത് കവർ ചെയ്യുന്നുണ്ട്. +1, +2 ബയോളജി വേണമെങ്കിൽ കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ പറ്റുന്നില്ല, NCERT പറ്റുന്നില്ല, അതിനെന്താ ചെയ്യേണ്ടത്, സമഗ്രയുടെ സൈറ്റിൽ ചെല്ലാം. അത് നിങ്ങൾ SCERT ഡൗൺലോഡ് ചെയ്യുക. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTകൾ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ മീഡിയം മലയാളം കൊടുക്കുക, സ്റ്റാൻഡേർഡ് ഏത് 6ാം ക്ലാസ് സ്റ്റാൻഡേർഡ് എടുക്കുക, എന്നിട്ട് സോഷ്യൽ സയൻസ് ആണോ ഏതാ വേണമെന്ന് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കണം. സാമൂഹ്യശാസ്ത്രം പാർട്ട് 1, പാർട്ട് 2 ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് മലയാളത്തിൽ SCERTയും പഠിക്കാം. SCERTയും NCERTയിലും ഏകദേശം ഒരേ ഡാറ്റ ഉള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ പഠിക്കാൻ NCERT കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളതും +1, +2ന്റെയും എവിടെ കിട്ടും, സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ കിട്ടും. ഇത് കേരള ഗവൺമെന്റ് ബുക്കുകളാണ്, NCERTകളാണ്.
അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ NCERT വായിക്കാൻ ഇംഗ്ലീഷ് അത്ര മനസ്സിലാവുന്നില്ലാത്തവർക്ക് SCERTകൾ മലയാളം മീഡിയം വായിക്കാം. ഏകദേശം സെയിം ഡാറ്റ ആണുള്ളത്. എന്നിട്ട് വേണേൽ NCERT ഒന്ന് പോയി വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ബേസ് സെറ്റായി, നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റായി, എന്നിട്ട് നിങ്ങൾക്ക് വേണേൽ NCERT പോയി വായിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവോ, ഞാൻ പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ട്, മനസ്സിലാവും. പെട്ടെന്ന് NCERTയിലേക്ക് കയറുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, SCERT വേണി വായിക്കാം. SCERT കേരളത്തിന്റെയാണ്. NCERT എന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. SCERT നല്ല ചോദ്യങ്ങൾ വരിക, NCERT എന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അതൊന്ന് ഓർക്കുക. പക്ഷെ SCERT പഠിച്ചാലും മതിയാവും, അതിനും കുറെ ഫാക്ടറുകൾ ഉണ്ടാവും. പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, NCERT വായിച്ച് ചെയ്യുമ്പോൾ NCERTകൾ വായിക്കുക. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്ക് അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NCERTകൾക്ക് പകരം SCERTകൾ വായിക്കാം. ഓക്കെ, SCERT ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും. ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ മീഡിയം മലയാളം കൊടുക്കുക, ഏത് ക്ലാസ് വേണമെന്ന് കൊടുക്കുക, സോഷ്യൽ സയൻസ് വേണോ സയൻസ് വേണോ കൊടുക്കുക. ബേസിക്കലി സോഷ്യൽ സയൻസിലാണ് പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമി വരുന്നത്. സാമൂഹ്യ ശാസ്ത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അതുപോലെ സയൻസിന് വേണ്ടിയിട്ട് ശാസ്ത്രം ഡൗൺലോഡ് ചെയ്യാം, സയൻസ് ഡൗൺലോഡ് ചെയ്യാം. ഇത്ര നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് SCERTയും NCERTയും പാരലായിട്ട് വെച്ച് പഠിക്കാം, രണ്ടിനും ഉപയോഗിക്കാം. ഇനി അതല്ല, റെയിൽവേക്ക് ഏതാ ഗൈഡ് ഉള്ളതെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. റെയിൽവേക്ക് ഏതാണ് ഗൈഡ് ഉള്ളത്? അപ്പൊ റെയിൽവേക്ക് മലയാളത്തിൽ ഗൈഡുകൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ് ലെവലുള്ള എക്സാം എഴുതി നിങ്ങൾക്ക് LDCയുടെ ടാലന്റോ ലക്ഷ്യയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡ് വാങ്ങിച്ച് പഠിക്കാം. ഡിഗ്രി ലെവലാണെങ്കിൽ സെക്രട്ടറിയുടെ ഏതെങ്കിലും ഗൈഡ് വാങ്ങിച്ച് വായിക്കാം. നിങ്ങൾ ഗൈഡുകൾ വാങ്ങിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചുരുക്കം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഗൈഡുകൾ വാങ്ങിച്ചോളൂ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള LDയുടെ ഗൈഡോ അല്ലെങ്കിൽ LGSന്റെ ഗൈഡോ അല്ലെങ്കിൽ സെക്രട്ടറിസ്റ്റിന്റെ ഗൈഡോ വെച്ച് നിങ്ങൾക്ക് RRB പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഈ പറയുന്ന പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ ഗൈഡ് വെച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് റെയിൽവേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ടാലന്റിന്റെയോ ലക്ഷ്യയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗൈഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, മലയാളത്തിലുള്ള ഗൈഡ്. കാരണം റെയിൽവേക്ക് മലയാളത്തിലെ ഗൈഡുകളില്ല. അപ്പൊ നിങ്ങൾ ഒരു ഗൈഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗൈഡ് വെച്ചിട്ട് നിങ്ങൾ ഫാക്ട് എല്ലാം സെയിം ആണല്ലോ. ജോഗ്രഫിയും ഹിസ്റ്ററിയും എക്കണോമിയും എല്ലാം ഒരുപോലെ പഠിക്കേണ്ടത്. പക്ഷെ RRBക്ക് എങ്ങനെ വേണമെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മാത്സ് ചെയ്ത് നോക്കാം. അപ്പൊ റെയിൽവേക്ക് ഇങ്ങനെയാ പഠിക്കേണ്ടത് മനസ്സിലാവും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗൈഡുകൾ വെച്ചിട്ട് വേണ്ടി പഠിക്കാം. സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. അതാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു കനം പറഞ്ഞത്. എങ്ങനെ പഠിച്ചോട്ടെ, നിങ്ങൾ LD പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, സെക്രട്ടറിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, CGL പ്രിപ്പയർ ചെയ്യുന്ന SSC പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, ആരായാലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് റെയിൽവേയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിന് മനസ്സിലാക്കിയാൽ എല്ലാ പരീക്ഷയും ഒരുപോലെയാവും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു രത്ന ചുരുക്കം പറയാം. മാത്സിന് വേണ്ടിയിട്ട് RS അഗർവാളിന്റെ ബുക്ക് വായിക്കാം, YCT ഓർ പിനക്കിൾ ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. RS അഗർവാളിന്റെ ബുക്ക് റീസണിങ്ങിന് വാങ്ങിക്കാം, YCT ഓർ പിനക്കിൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ സയൻസിന് NCERT, ജനറൽ അവയർനെസ്സിന് NCERT. കറണ്ട് അഫയേഴ്സ് വീക്ക്ലി മാഗസീനുകളോ മന്ത്ലി മാഗസീനുകളോ ഫോളോ ചെയ്യുക. പറ്റിയാൽ ഡെയിലി പഠിക്കാൻ പറ്റുന്നവർക്ക് ഡെയിലി പഠിക്കുക, അല്ലാത്തൊരു വീക്ക്ലി മാഗസീനോ മന്ത്ലി മാഗസീനോ പഠിക്കുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് YCTയിലോ പിനക്കിളിലോ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച 4 ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയറിനെയും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കറണ്ട് അഫയർ ചോദിക്കുന്നതെന്നുള്ളത്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷെ നിങ്ങൾ വീക്ക്ലി കമ്പൈലേഷൻസോ മന്ത്ലി കമ്പൈലേഷൻസോ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് പഠിക്കുന്നതായിരിക്കും ബുദ്ധി, ഡെയിലി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഇത്ര നേരം പറഞ്ഞു നിർത്തിയ നമ്മുടെ എന്ത് ലിസ്റ്റ്, സബ്ജക്റ്റിന്റെ ബുക്ക് ലിസ്റ്റ്. സോ ഏത് ബുക്ക് വാങ്ങിച്ചാലും എങ്ങനെ പഠിച്ചാലും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് എന്താ, സിലബസ് കവർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക. ഏത് ബുക്ക് കൊടുത്തോ ഏത് കോഴ്സ് കൊടുത്തോ എന്തെടുത്തോ സിലബസ് ടോപ്പിക്സ് ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്, കഴിഞ്ഞ സ്റ്റഡി പ്ലാനിൽ ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇടുക. ആ ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇടുമ്പോൾ ടോപ്പിക്കിന് ടിക്ക് ഇടുക, അതിന്റെ PYQ ഞാൻ കവർ ചെയ്തു ടിക്ക് ഇടുക. ഈ 2 ടിക്കുകളിലായിരിക്കണം നിങ്ങളുടെ ക്ലാസ് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. അപ്പോഴേ നിങ്ങൾ വഴി തെറ്റാതിരിക്കുള്ളൂ. വഴി തെറ്റാതിരിക്കുന്ന എപ്പോഴാ, ടോപ്പിക്കും ടിക്ക് ഇട്ടു, PYQ ടിക്ക് ഇട്ടു. ഇത് രണ്ടും ടിക്ക് ഇട്ടിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് കൊടുക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പറയുന്ന പോലെ ഓരോ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ അതിന്റെ PYQ കാണിക്കുന്നുണ്ടാവും. PYQയും ടോപ്പിക്കും കൂടെ ടാൻഡമായിട്ട് വെച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. NCERTകള് അതുപോലെ ഓരോ വിഷയത്തിന്റെയും സ്റ്റാൻഡേർഡ് ബുക്കുകളുണ്ട്, ഞാനിവിടെ പറഞ്ഞിട്ടില്ല, അതൊരു പടി മുകളിലാണ്, നിങ്ങൾക്ക് പഠിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പൊളിറ്റി എന്ന് പറയുന്ന വിഷയത്തിന് ലക്ഷ്മികാന്ത്, ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിന്
ഒരുപാട് ബുക്കുകളുണ്ട്. RS ശർമ്മ എന്ന് പറയുന്ന ഒരു ഓഥറിന്റെ പഴയ NCERT ഉണ്ട്. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ ബിപാൻ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഓഥറിന്റെ NCERT ഉണ്ട്. അതുപോലെ ജോഗ്രഫിക്ക് നോക്കുകയാണെങ്കിൽ GC ലിയോങ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഹിസ്റ്ററിക്ക് വീണ്ടും നമ്മളൊരു മിഡീവൽ അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി നമ്മുടെ എന്തുണ്ട്, സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളാണ്. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നിങ്ങൾ NCERT വെച്ച് കവർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ബുക്കുകളെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുക. സോ ഓരോ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ടാവും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു പടി മുകളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ NCERTs ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. NCERTക്ക് പ്രത്യേകം ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കാം. NCERTയുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഓരോ NCERT നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഡീകോഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഡീകോഡിങ് NCERT സീരീസും ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ ഡീകോഡിങ് NCERT സീരീസ് കണ്ടു നോക്കുക. ഈ ഡീകോഡിങ് NCERT സീരീസ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീകോഡ് ചെയ്യേണ്ടത്, NCERT എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് നമ്മുടെ റണ്ണിംഗ് ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. നമ്മൾ ഈ ടോപ്പിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഒരു പാക്കേജ് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു എക്സാം സീസണിൽ ഒരു ജോലിയായിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. RRB ഗ്രൂപ്പ് D പോലെ ഒരു പരീക്ഷ 2023 തന്നെ നമ്മൾ ജോലിയിലേക്ക് എത്തിക്കുന്ന ഒരു പരീക്ഷയാണ്. സോ എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.